തിരുവനന്തപുരം കിൻഫ്ര പാർക്കിലെ റെഡിമിക്സ് യൂണിറ്റിലെ പൊട്ടിത്തെറിയെക്കുറിച്ച് നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു. ഫാക്ടറിയിലെ യന്ത്രഭാഗങ്ങൾ പൊട്ടിത്തെറിച്ച് ജനവാസ മേഖലയിൽ വീണു. സ്ഥലത്ത് പ്രദേശവാസികൾ പ്രതിഷേധിക്കുകയാണ്. അഷിൻ ഡിയാഗോ നമുക്കൊപ്പമുണ്ട്. അഷിൻ, എന്താണ് അവിടെ സംഭവിച്ചത്? വലിയ അപകടമുണ്ടായില്ല എന്നുള്ളത് ഒരു ആശ്വാസമാണെങ്കിലും എന്താണ് അവിടെ യഥാർത്ഥത്തിൽ നടന്നത്? സുജയ, ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടുകൂടിയാണ് ഈ ഒരു അപകടമുണ്ടാകുന്നത്. ഈ RMC എന്ന കോൺക്രീറ്റ് റെഡി മിക്സ് സ്ഥാപനത്തിന്റെ പ്ലാന്റിലായിരുന്നു ഈ ഒരു പൊട്ടിത്തെറി സംഭവിക്കുന്നത്. പ്ലാന്റിന്റെ കൂറ്റൻ ടണലായ സൈലോയുടെ അമിതമായ മർദ്ദത്തിൽ ഈ ടണലിന്റെ മേൽക്കൂര പൊട്ടിത്തെറിച്ച് സമീപത്തെ വീട്ടിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. ഈ വീടിന്റെ 3ാമത്തെ നിലയിലേക്കാണ് ഇത് ഇരുമ്പ് കഷ്ണങ്ങളും മറ്റ് യന്ത്രഭാഗങ്ങളും തെറിച്ചു വീഴുന്നത്. ഇതൊരു 3 നില വീടായിരുന്നു. ഈ വീടിന്റെ ജനൽ ചില്ലകൾ തകർന്ന് ഈ ഇരുമ്പ് കഷ്ണവും മറ്റ് സാധനങ്ങളും യന്ത്രഭാഗങ്ങളും നിലത്ത് താഴെ റോഡിലേക്ക് പതിക്കുകയും ആയിരുന്നു. ഈ റോഡിൽ ആളുകൾ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ വലിയൊരു അപകടമാണ് ഒഴിവായത്. പക്ഷേ ഈ ഒരു സംഭവത്തിന് ശേഷം പ്രദേശവാസികൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. കാരണം ഇത്തരം അപകടങ്ങൾ ഇനിയും സംഭവിക്കാം, അങ്ങനെയെങ്കിൽ ജീവൻ വരെ അപകടത്തിലാകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിന് നടപടി വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഈ പ്രതിഷേധം ഉണ്ടായിരുന്നത്. തുടർന്ന് കഴക്കൂട്ടം പോലീസ് സ്ഥലത്തെത്തിയാണ് ഇവരെ അനുനയിപ്പിച്ച് മാറ്റിയതും. എന്തായാലും ഇത് വലിയൊരു അപകടമാണ് സംഭവിച്ചതെങ്കിലും ആളപായമില്ല എന്നുള്ളത് ആശ്വാസകരമാണ്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ അതിൽ ഒരു നടപടി ഉണ്ടാകേണ്ടത് അനിവാര്യവുമാണ്. സുജയ. ഓക്കെ, അഷിൻ ഡിയാഗോ ആണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.